എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കണ്ടന്റുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മൾ കൃഷിക്കോ അല്ലെങ്കിൽ വീട് വെക്കാനോ ആയി സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അതിൽ കിണറിനൊരു സ്ഥാനം കാണില്ല. പലർക്കും അതൊരു കീറാമുട്ടിയായി തീരാറുണ്ട്. സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ തന്നെ എത്ര ശതമാനത്തോളം അതിന് ഉറപ്പ് കിട്ടും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. അത്തരത്തിൽ ബോർവെല്ലും മറ്റും അടിച്ച് ഒരുപാട് പേരുടെ പണം പോയതായിട്ടും നമുക്കറിയാവുന്നതാണ്. ഇതിൽ തന്നെ നമ്മൾ നൂതനമായ രീതികൾ പരീക്ഷിക്കണോ അല്ലെങ്കിൽ പാരമ്പര്യ രീതികളെ ഉപയോഗിക്കണോ എന്നുള്ളതും ആർക്കും തന്നെ ഒരു ബോധ്യമില്ല. എന്നാൽ ഇവിടെ ജർമ്മൻ സാങ്കേതിക വിദ്യയും ട്രഡീഷണൽ രീതിയും സമന്വയിപ്പിച്ച് സ്ഥാനം കണ്ട് 100% ഷുവർട്ടി ഉറപ്പാക്കി തരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെയാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന രീതികളും അദ്ദേഹത്തിന്റെ മിഷനറീസും നമുക്കിന്ന് ഇവിടെ പരിചയം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വ്യക്തിയും ഞാനും ഉൾപ്പെടെ പുൽപ്പള്ളി എന്ന് പറഞ്ഞ ഞങ്ങളുടെ അടുത്തുള്ള പ്രദേശത്ത് ഒരു ബോറിന് സ്ഥാനം കാണുകയും അവിടെ ബോറടിക്കുകയും ചെയ്തു. ബോറടിച്ചതിന് ശേഷം ആ ബോർവെല്ലിൽ നിന്നും വെള്ളം പുറത്തേക്ക് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിർത്താതെ റോഡിലേക്ക് ഒഴുകിയിട്ട് ഒരുപാട് പേര് കാണാനും മറ്റുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളങ്ങനെ ജോണിയേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂപ്പരുണ്ടോയെന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് മൂപ്പറിൻ്റെ വിഷയനും പരിപാടിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. മൂപ്പർ എങ്ങനെയാണ് ഇത് കാണുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ജോണിയേട്ടാ, നമ്മളെ ജോണിയേട്ടൻ്റെ മിഷീനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. സെർച്ച് ചെയ്യുന്ന വിധവും പിന്നെ എങ്ങനെ വെള്ളം എടുക്കണമെന്നതൊക്കെ പരിചയപ്പെടുത്തി തരാം. എന്തായാലും ജോണിയേട്ടൻ്റെ മിഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മൂപ്പറിന്റെ മിഷീനൊക്കെ മൂപ്പരെവിടെയോ പോയി സ്ഥാനമൊക്കെ കണ്ടു വന്ന് തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്ന് പെട്ടത്. നമുക്ക് എങ്ങനെയാ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഷോർട്ടിലി ഒന്ന് കാണിച്ചു തരുന്നത്. നമുക്ക് നമ്മൾ നാടൻ രീതിയിൽ നോക്കിയിട്ടാണ് പോയിന്റ് സെലക്ട് ചെയ്യുന്നത്. ആ പോയിന്റിൽ എന്തുമാത്രം വെള്ളം, പാറയുടെ അളവെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ തേങ്ങയിലായിരിക്കും, തേങ്ങ അതേപോലെയുള്ള പഴയ രീതിയിലായിരിക്കും അല്ലേ? ഓക്കെ, അതെ. രീതിയിൽ കാണുന്ന ഒരു പോയിന്റ് ആണ്. ഇനി അതില് വേറൊരു ലൊക്കേറ്റർ വെച്ചിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ടാണ് മെഷീൻ വെക്കുന്നത്. ഇപ്പോ 2-3 സ്ഥലത്തുനിന്ന് ഇവിടെ ഉറവ വരുന്നതാണ്. പിന്നെ അത് കോമൺ ചെയ്തെടുക്കണം. വെച്ച് ആ പോയിന്റിൽ എന്തുമാത്രം വെള്ളം ഉണ്ടെന്ന്. അതെ, പഴയ രീതിയിൽ ആദ്യം നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് കാണും. അതിനുശേഷമാണ് നമ്മൾ അവിടെ മെഷീൻ വെച്ച് സെർച്ച് ചെയ്യുക അല്ലെ? അതെ, ജർമ്മൻ സാങ്കേതിക വിദ്യയാന്ന് തോന്നുന്നു ഈ മെഷീനിന്റെ. ഇത് ജർമ്മൻ മെഷീനാണ്. അതില് ഏകദേശം എന്റെ കഴിവും ഇതോടെ കൂടുമ്പോൾ 100% സക്സസ് ആണ്. നാടൻ രീതിയിൽ നമ്മൾ പോയിന്റ് ചെയ്താൽ അത് വളരെ നിശ്ചയമൊന്നുമില്ല. അതിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ, പാറ എത്ര ഇളവാണെന്ന് നമുക്ക് നിശ്ചയമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പം മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ആ പോയിന്റിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ വേറെ പോയിന്റ് സെർച്ച് ചെയ്തിട്ട് അതിൽ പിന്നെ മെഷീൻ വെച്ച് നോക്കി ഏറ്റവും ഉറപ്പുള്ള ഭാഗത്ത് മാത്രമേ നമ്മളത് പോയിന്റ് ഉറപ്പിക്കുകയുള്ളൂ. ഇതിപ്പോ ആ പോയിന്റ് കണ്ടെടുത്ത് മെഷീൻ കണക്ട് ചെയ്യാണ്. ഇതിന് മൊബൈല് ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനാണ് കൊടുത്തേക്കുന്നത്. ടാബോ അല്ലെ കമ്പ്യൂട്ടർ ഇതിന് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എളുപ്പത്തിന് മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചേക്കുന്നത്.
ഇതിന്റെ ഫസ്റ്റ് സെർച്ചിങ് 100 മീറ്ററിനുള്ളിലാണ്. ഇതിന്റെ ഓരോ ആന്റിനെയും 100 മീറ്ററിന് സെറ്റ് ചെയ്ത് 200 മീറ്ററിന് ടോട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 330 അടിക്കുള്ളിൽ ഇവിടെ വെള്ളമുള്ളതാണ്. മണ്ണിനുള്ളിലുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഗ്രാഫ് വഴി കിട്ടുന്നതാണ്. ഇതിനൊരു 3D ഔട്ട്പുട്ട് ഇമേജ് കിട്ടുമല്ലോ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളത്. 3D ഔട്ട്പുട്ട് കിട്ടുന്നു. ചുരുക്കം പറഞ്ഞാൽ പോയിന്റ് എടുക്കുന്നവർക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും അവരുടെ മണ്ണിന്റെ അടിയിലേക്കുള്ള, അല്ലേ? അതല്ലേ എന്നെ ഉദ്ദേശിക്കുന്നത്? അതിന് മണ്ണും പാറയായിട്ടുള്ള അകലം, പാറയുടെ സ്വഭാവം, മണ്ണിന്റെ സ്വഭാവം, പിന്നെ എത്ര ലെയറിൽ വെള്ളമുണ്ട്, അതിൽ പാറയുടെ ലൂസ് പാറയാണോ നല്ല പാറയാണോ വെറ്റ് പാറയാണോ എല്ലാം തിരിച്ചറിയാവുന്നതാണ്. വെള്ളം മിനറൽ വാട്ടർ ആണോ ഹാർഡ് വാട്ടർ ആണോ എന്നും തിരിച്ചറിയാവുന്നതാണ്. ഇതിന്റെ കൂടുതൽ കണക്ടിവിറ്റി വരുന്നത് മൊബൈലിലേക്കാണ്. മൊബൈലിലാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം കിട്ടുക. ഫ്രീക്വൻസി റീഡായി വരുന്നതാണ്. ഒരു റീഡിംഗ് ആണ് ഈ മൊബൈലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മണ്ണിനടിയിൽ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഷീൻ. പൂർണ്ണമായ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റ് വരെ വേണ്ടി വരും, അല്ലേ? ഈ ഗ്രാഫ് പാറയുടെയാണ്. ഏകദേശം ഇവിടെ പാറ വരുന്നത് 70 അടിക്കാണ്. നീല കളർ വരുന്ന വെള്ളത്തിന്റെ ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 75 അടിക്ക് വെള്ളമുള്ളതാണ്. 60 അടി മണ്ണ്, 45 അടിക്ക് മണ്ണ്, അത് കഴിഞ്ഞ് നല്ല പാറ, പിന്നെ ലേശം പൊടി പാറ വന്നിട്ട് പിന്നെ വെള്ളം. ഇവിടെ ഏകദേശം 4 ഇഞ്ച് വെള്ളം കിട്ടുന്നതാണ്. ഏകദേശം ഞാനൊരു 15 വർഷത്തോളമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. ഇതിനോടകം ഏതാണ്ട് ഒരു 25,000-ന് മുകളിൽ കിണർ ഞാൻ ഓപ്പൺ വെല്ലായിട്ടും കുഴൽക്കിണറായിട്ടും സെർച്ച് ചെയ്തിട്ടുണ്ട്. കൂടുതലും കർണാടകയിലാണ്, പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. ഇപ്പോൾ കണ്ടതിൽ ആദ്യം ട്രഡീഷണൽ സെക്ഷനിലാണ് ഒരു 90% അതിന് പാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മെഷീൻ വാങ്ങിയ പിന്നെ ഏതാണ്ട് സയന്റിഫിക് ആയിട്ടൊരു 100% തന്നെ എനിക്ക് ഇത് സക്സസ് ആയിട്ടുണ്ട്. പറയുന്ന അളവിൽ വെള്ളം, പിന്നെ പാറയുടെ അളവ്, മണ്ണിന്റെ അളവ്, മണ്ണിന്റെ ഗുണം, പാറയുടെ ഘടന എല്ലാം കൃത്യമായിട്ട് പറയാൻ അതിന്റെ ഗ്രാഫിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇനി കണ്ടിട്ട് ഇനിയിപ്പോ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അഴയിൽ ജില്ലയിൽ നിന്നോ ആരെങ്കിലൊക്കെ വിളിക്കുവാണെങ്കിൽ ജോണിയേട്ടൻ അത് പോയി ചെയ്തു കൊടുക്കാനും അതിന് എനിക്ക് സാധിക്കുന്നതാണ്. അപ്പൊ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും മറ്റും കൊടുക്കാലോ, അല്ലെ? കൊടുക്കാം. അപ്പോ നമ്മുടെ ജോണിയേട്ടൻ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ അധികം നല്ല രീതിയിൽ വിശദീകരിച്ചു തന്നു. അപ്പോൾ ജോണിയേട്ടന് വളരെയധികം താങ്ക്സ് ഉണ്ട് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നതിന്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. ഇതാണ് വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബോർവെൽ. ഇതേകദേശം കുഴിച്ചിട്ടിപ്പോൾ 1 മാസത്തിൻ്റെ അടുത്തായി. ഇപ്പോഴും നിലയ്ക്കാതെ അതിൽ നിന്ന് ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസമായ ഇത് കാണാൻ ധാരാളം പേർ ഇവിടെ ദിവസവും എത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ബോർവെല്ലിൽ നിന്നും ഒരു നീർച്ചാൽ തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്.